ദൈവികമായ ആലോചനകളുടെ നിവൃത്തികളെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ സൗഖ്യങ്ങളെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അപ്പോൾ വിശ്വസിക്കണമേ, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതകരമായി തന്നെ പ്രവർത്തിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷിയാകും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ അത് കേട്ട വചനം മാത്രമല്ല വചനചിന്ത നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചെന്നുള്ളത് ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞു. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുക. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തേണ്ട. നമ്മൾ ഇന്നലെ കേട്ടു അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം, അല്ലേ? നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത്, വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് സൗണ്ട് കുറവാണോ? ചിലർ സൗണ്ട് കുറവാണെന്ന് കമൻറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ അതോ ഒരാൾക്ക് മാത്രം അങ്ങനെയുള്ളോ? ഒന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. സൗണ്ട് കുറവുള്ളവർ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. കാര്യം എല്ലാവർക്കും വോളിയം കുറവാണെങ്കിൽ മാത്രമേ എനിക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്താട്ടെ, ഒന്ന് അപ്ഡേറ്റ് ചെയ്താട്ടെ. സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. വൻ കൃപകളാൽ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. നമുക്കൊരുമിച്ച് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ പോകാം. സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീകമായ വളർച്ച വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പല ആൾക്കാർ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, വെള്ളിയാഴ്ച നിങ്ങൾ പ്രാർത്ഥനയെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു വളർച്ചയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ എന്താണ് ഈ വളർച്ച എന്ന് പറഞ്ഞാൽ, വളരാത്ത വ്യക്തിക്കൊരിക്കലും ആത്മലോകത്തിൽ ജീവിച്ച്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല അവന് ആത്മലോകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നവനല്ല. അപ്പോൾ എന്താണ് ഈ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഇന്നലെ കേട്ട വചനം ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് വാക്യത്തിൽ നമ്മൾ ആരംഭിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആത്മീക വർധനവിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ എഫ് ലേഖനം. അപ്പോൾ എത്ര പേര് എഫ് ലേഖനം ഈ ദിവസങ്ങളിൽ വായിക്കുന്നുണ്ട്? ശ്രദ്ധിച്ചോണേ. ഇവിടെ നിങ്ങൾ ഈ എഫ് ലേഖനം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ വചനം കൂടെ വായിക്കുന്നുവെങ്കിൽ വേഗത്തിൽ വചനം പഠിക്കുവാനും നിങ്ങൾക്ക് കുറച്ചും കൂടെ വചനത്തിൽ ഗ്രഹിക്കുവാനുമൊക്കെയും ആ ഒരു കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. നമുക്ക് പിന്നെയും തുടർച്ചയായിട്ട് തന്നെ ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വാക്യത്തിലേക്കൊന്ന് പ്രവേശിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുമാറാകട്ടെ. ആ വാക്യം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിമിഷം ഇവിടെ നോക്കിയേ. അപ്പോൾ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി, വചനത്തിൽ നിങ്ങൾ എപ്പോഴും കാണാൻ പറ്റിയൊരു പദമല്ലേ, അതായത് നല്ല രീതിയിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ വസിക്കുന്നത്? അല്ലെങ്കിൽ വചനം പറയുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും, നോക്കിക്കേ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളത്തിൽ. ആ വാക്ക് കണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളത്തിൽ. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കീർത്തനത്താലും സ്തുതികളാലും ആത്മീയത തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. നോക്കി, ഈ 2 വാക്കുകൾ നോക്കിയാണ്. പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക. ഈ 2 വാക്യം വളരെ ശ്രദ്ധിക്കുന്ന ഒരു വാക്യമാണ്. ആമേൻ. നിങ്ങൾ ദൈവവചനത്തെ പഠിക്കണം. എന്താണ് ഈ പഠിക്കുന്നത് അറിയാവോ? ഞാൻ നമ്മൾ സ്കൂളിൽ പിള്ളേർക്കൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുണ്ട്, എന്തിനാണ് പരീക്ഷ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് ചെയ്യും, അല്ലേ? പഠിക്ക്.
അപ്പോൾ എന്തുകൊണ്ടാണ് പരീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഫോഴ്സ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ പഠിക്കണം. ഇപ്പം പഠിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ആ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണം. അതുകൊണ്ട് നമ്മൾ പിള്ളേരോട് പറയും പരീക്ഷ സമയത്ത് പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട വിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടവരാണ്? നിങ്ങളെപ്പോഴും ഓർത്തോണേ, നിങ്ങൾ ജീവിച്ച് വളർന്നു വന്ന കുടുംബ പശ്ചാത്തലവുമായിട്ട് ദൈവരാജ്യത്തിന് ബന്ധമില്ല. ചിലർ പറയുന്നു ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചു, ചിലർ പറഞ്ഞു ഞാൻ ഏറ്റവും ചെറിയ കുടുംബത്തിൽ ജനിച്ചു, എനിക്ക് വലിയ സ്വത്തൊന്നുമില്ല, ഒന്നുമില്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഇതൊന്നും അവിടെ വിഷയമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്. അടുത്ത വാക്യം നോക്കിയേ, ബുദ്ധി ഉപദേശിച്ചും. ബുദ്ധിയെ ഉപദേശിക്കണം, അല്ലേ? ബുദ്ധി ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ ആ എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാവേ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടുന്നത്? ആത്മാവിനാൽ. അതിനു മുമ്പ് പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. എങ്ങനെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുന്നത്? അതിനുവേണ്ടി അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, ഈ വാക്ക് നോക്കിക്കേ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും, നോക്കിക്കേ, തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുമാറാകണം. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യണം? ഐശ്വര്യമായി, അനുഗ്രഹമായി നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഇങ്ങനെയാണ് ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തും. മനസ്സിലായോ? നിങ്ങൾ അകത്ത മനുഷ്യന് ദൈവവചനം, ഇവിടെ സങ്കീർത്തനം എന്ന് പറഞ്ഞേക്കുന്നത് ആ കാലഘട്ടത്തിൽ സങ്കീർത്തനങ്ങളിലൂടെയായിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് പുതിയ നിയമ ലേഖനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ അവർക്ക് ബൈബിൾ നമ്മളെപ്പോലെ ഇന്ന് 66 പുസ്തകങ്ങളില്ലായിരുന്നു. അപ്പം ദൈവവചനത്തെ എന്ത് ചെയ്യുവാണ്? നമ്മൾ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചു. അപ്പോൾ നിങ്ങൾ വചനം പഠിക്കുന്ന ഒരാൾ നിങ്ങളുടെ അകത്തുണ്ട് കേട്ടോ. നിങ്ങളുടെ ഉള്ളത്തിൽ വചനത്തെ പഠിക്കുവാനും വചനത്തെ അറിയുവാനും. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കൊരു പരീക്ഷ വരുമ്പോൾ, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചില പരീക്ഷകൾ വരും. നമുക്ക് മുമ്പിൽ ഒരു പരീക്ഷ വരുന്ന സമയത്ത് അതിനെ ജയിക്കണമെങ്കിൽ പഠിക്കണം, വചനം പഠിക്കണം. അപ്പോൾ ആരെയാണ് നാം പഠിപ്പിക്കുന്നത്? ആത്മമനുഷ്യനെയാണ് നാം പഠിപ്പിക്കുന്നത്. ആത്മമനുഷ്യനെയാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. ഒന്ന്, നിങ്ങൾ വചനം പഠിക്കുമ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ പഠിക്കുക. നമുക്കറിയാം ഓരോ ക്ലാസ് ഉണ്ടല്ലേ. 1-ാം ക്ലാസ് മുതൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും 2-ാം ക്ലാസ്സിലോട്ട് പോകും, അത് 3-ാം ക്ലാസ്സിലേക്ക് പോകും, 4-ാം ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ ഓരോ ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുഞ്ഞ് മാറുന്നുണ്ട്. ഇതേപോലെ ഒരു ആത്മീയന് വളർച്ചയുണ്ട്. നിങ്ങൾ യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച നിമിഷം മുതൽ നിങ്ങൾക്കൊരു ജനനം സംഭവിക്കുന്നു. ഈ ജനിച്ച വ്യക്തിക്ക് എന്താവശ്യമാണെന്നറിയാവോ? വചനം എന്ന മായമില്ലാത്ത പാല് വേണം. അപ്പം ഇത് കൊടുക്കണമെങ്കിൽ ആര് കൊടുക്കണം? ഒരു ഇടയൻ വേണം. അപ്പം എന്നെ പോലെ അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ ഏതെങ്കിലും ബ്രദറോ ദൈവദാസന്മാരോ നിങ്ങൾക്ക് വചനം തരുന്നു. ഈ വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, നിങ്ങൾ സ്വന്തമായിട്ടും വചനം വായിക്കണം. ഇനി വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ അകത്ത് എന്തായിത്തീരുന്നു? നിങ്ങളുടെ ആത്മമനുഷ്യന് വളർച്ചയായി മാറുന്നു. അപ്പോൾ ആത്മമനുഷ്യൻ എന്തിനാണ് വളരുന്നത്? ആത്മമനുഷ്യൻ വളരുമ്പോഴാണ് നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷൻ വർദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ വളരണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പറയുക, ബ്രദറെ, ചിലർ പറയത്തില്ല, ബ്രദറെ ഞാൻ ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട്, എനിക്ക് അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കറിയത്തില്ല ബ്രദറെ, ഞാൻ എന്തൊക്കെയോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയാമോ? നിങ്ങളുടെ ആത്മമനുഷ്യന് വളർച്ച കുറവാണ്.
അതിനെ ഗ്രഹിക്കുക. നമുക്കറിയാം യോസേഫ് ഒരു ദർശനം കണ്ടു. എന്താണ് യോസേഫ് കണ്ട ദർശനം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നെ ഒരു കാഴ്ച കണ്ടു, 12 കറ്റ നിന്നിട്ട് അപ്പത്തിൽ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ നമസ്കരിക്കുന്നു. ഈ കറ്റകൾ യോസേഫിൻ്റെ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കണ്ട ഉടനെ തൻ്റെ സഹോദരന്മാരോട് താൻ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു. ഉടനെ തൻ്റെ സഹോദരന്മാരൊരു ചോദ്യം ചോദിച്ചു. അത് ചോദ്യം എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബൈബിൾ വായിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞങ്ങളെല്ലാവരും നിന്നെ നമസ്കരിക്കുന്നാണോ പറയുന്നത്? കണ്ടോ, നീ ഞങ്ങളുടെ മേൽ, അല്ലെങ്കിൽ നിന്നെ എല്ലാവരും, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ നമസ്കരിക്കണം, ആ അവസ്ഥയിലേക്ക് ഞങ്ങൾ വരുമോ? കണ്ടോ. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൻ്റെ അകത്തെ അർത്ഥങ്ങളെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ഇടപെടലുകളെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വെട്ടി മാറ്റുവാനും, മനസ്സിലായോ? വെട്ടി മാറ്റുവാനും നിങ്ങൾക്ക് എന്താവശ്യമാണ്? ആത്മീക വളർച്ച ആവശ്യമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു കാഴ്ച കണ്ടു, പെട്ടെന്നൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. എപ്പോഴും ഞാൻ പറയാറില്ലേ, ഓരോ പ്രശ്നത്തിൻ്റെ മറവിൽ ഓരോ കാരണങ്ങളുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തു രോഗത്തിൻ്റെ ആത്മാവിനെ ശാസിച്ചു, ഉടനെ ആ രോഗം വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടാൻ നോക്കുന്ന പല വിഷയത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെ വെട്ടിമാറ്റിയാൽ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന വിഷയങ്ങൾ അത്ഭുതകരമായ സാക്ഷ്യങ്ങളായി മാറും. പക്ഷെ അത് നമുക്ക് അറിയണമെങ്കിൽ, ഇതെന്തുവാ ഇതിൻ്റെ കാരണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ആത്മീക വളർച്ച ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്, അവന് 2 മാസമേ ആയിട്ടുള്ളൂ. അവനോട് മുമ്പിൽ പോയിട്ട് അവന് കാഴ്ചകളും കേൾവികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഇനി വളർന്നു വരണമല്ലേ. ഒരു ദിവസം ഞാൻ കൊണ്ടുവന്ന് അവന് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള വായ അവനുണ്ട്, അവൻ്റെ എല്ലാ അവയവങ്ങളും അവനുണ്ടെങ്കിലും അത് ഭക്ഷിക്കുവാനുള്ള കപ്പാസിറ്റി അവനില്ല. കണ്ടോ. ഇപ്പോൾ 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഞാൻ കൊണ്ടുവന്ന് ചോക്ലേറ്റ് മേടിച്ച് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ എൻ്റെ മൂത്തയാൾക്ക് ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചോ ചോക്ലേറ്റ്, അവനത് ചാടി മേടിച്ച് കഴിക്കും, അവനതിന് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് എന്തില്ല? അതിനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. അതിൻ്റെ കാരണം അവൻ വളർന്നു തുടങ്ങുന്നതേയുള്ളൂ. ഇതേപോലെ നിങ്ങളുടെ മനുഷ്യന് വളർച്ച വരണം. മനുഷ്യൻ എങ്ങനെയാണ് വളരുന്നത്? വചനം പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ തമ്മിൽ പഠിപ്പിക്കണം. അപ്പോൾ വചനം പഠിക്കുന്ന സമയത്ത് ദൈവവചനം നിങ്ങളുടെ ആത്മാവിന് ആഹാരമായി മാറുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് മറക്കല്ലേ, അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം എൻ്റെ പേര് നിഖിൽ, നിങ്ങൾ എന്നെ നിഖിൽ ബ്രദർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്, നിങ്ങളിൽ ഒരുവനെ പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്, കാണാനും എല്ലാം ഒരേപോലെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആരും വേറെ ഷേപ്പൊന്നുമല്ല, മനുഷ്യൻ്റെ ഷേപ്പ് തന്നെയാണ്, അല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന്, അതായത് നമ്മളിപ്പോൾ ഞാനൊരു ബ്രദറല്ല, ഒന്നുമല്ലെന്നിരിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ ഞാൻ അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല, ഞാൻ ബ്രദറും അല്ല ഒന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യുമോ? പറ, മൈൻഡ് ചെയ്യുമോ? മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? നിങ്ങൾ എന്നെ ബ്രദറെ എന്ന് വിളിക്കത്ത് പോലില്ല. ആരാ ഈ മനുഷ്യനെ ചോദിക്കും, അല്ലേ? അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെയും എന്നെയും തമ്മിൽ വ്യത്യസ്തമാക്കിയ ഒരു ഘടകം അഭിഷേകം, അല്ലേ? അഭിഷേകമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പം എൻ്റെ മേൽ അഭിഷേകമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ പ്രായം നോക്കാതെ നിങ്ങൾ പറയത്തില്ല, അയ്യോ ബ്രദറിന് എന്നാ പ്രായമുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ ബ്രദറെ എന്ന് വിളിക്കുന്നതും ഒരു പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി നിങ്ങൾ അടുത്തു വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്തൊരു തോന്നലുണ്ട്, ബ്രദറിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് പറയുവാണേ. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? അഭിഷേകമാണ്. അഭിഷേകമുള്ളതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്നും നമ്മളെല്ലാം വ്യത്യസ്തരാകുന്നത്. ഹല്ലേലൂയ. പ്രായത്തിൽ നിങ്ങൾക്ക് എന്നെക്കാളും പ്രായത്തിൽ നിങ്ങൾ എന്നെ മൂത്തതാണെങ്കിലും പക്ഷേ അഭിഷേകത്തിൻ്റെ കാര്യത്തിൽ എന്താ വ്യത്യാസം? അവിടെ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കാളും നിങ്ങൾക്ക് 70 വയസ്സുണ്ടായിരിക്കാം,
നിങ്ങൾക്ക് 100 വയസ്സുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം അഭിഷേകം. അവിടെ പ്രായം വിഷയമല്ല, റെസ്പെക്റ്റ് വന്നത് കണ്ടോ? അവിടെ എൻ്റെ ആവശ്യം നിങ്ങൾക്ക് വന്നത് കണ്ടോ? അതിൻ്റെ കാരണം അഭിഷേകമാണ്. ഈ അഭിഷേകം നിങ്ങളുടെ മേലും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ അഭിഷേകത്തെ വളർത്തുന്നില്ല എങ്കിൽ ഈ അഭിഷേകത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയത്തില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഒരു സാധാരണ വിശ്വാസിയെപ്പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചു. ഒരു സാധാരണ വിശ്വാസിയെപ്പോലെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ബൈബിൾ വെക്കുന്നു, തിരിച്ചു വരുന്നു, ബൈബിൾ ഇറക്കി വായിക്കുന്നു, സങ്കീർത്തനം വായിക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരും എന്നെ എന്ത് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്ന കൃപാവരങ്ങളെ വളരുവാനും ആഗ്രഹിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആഗ്രഹം വേണം. വളരണമെങ്കിൽ ആഗ്രഹം വേണം. നിങ്ങളുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുഗ്രഹങ്ങൾ എനിക്ക് കാണണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാക്ഷ്യങ്ങളാകണം. അപ്പോൾ ഒന്നാമത്തത് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ വാഞ്ചിക്കണം, കൃപാവരങ്ങളെപ്പറ്റി വാഞ്ചിക്കണം. ഒന്നാമത് നിങ്ങൾ തീരുമാനം, കർത്താവേ എനിക്കിങ്ങനെ പോയാൽ പോരാ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരാ. 2 പാട്ടും പാടി, ഒരു വചനം കേട്ട്, ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ്, ഒരു ഹാലലിയൊക്കെ പറഞ്ഞ്, സ്തോത്രകാഴ്ചയൊക്കെ ഇട്ട് ഇങ്ങനെ പോയാൽ പോരാ. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് കാണണം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആഗ്രഹം. ഇനിയിപ്പോൾ ആഗ്രഹം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ തന്നെ, ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാറ് മേടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചു. ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളിൽ ഒരു പൈസയും ഇല്ല. ഒരു കാറ് വാങ്ങാൻ പൈസയില്ല, ബൈക്ക് വാങ്ങാൻ പൈസയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാറ് നിങ്ങൾ വാങ്ങിയില്ലേ? ശരിയോ തെറ്റോ? പൈസ ഇല്ലായിരുന്നു, പക്ഷേ ആഗ്രഹം വന്നപ്പോൾ നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ചിട്ടിയോ വട്ടിയോ ഒക്കെ പിടിച്ച് എന്ത് ചെയ്തു? ഒരു കാറ് മേടിച്ചോ ഇല്ലയോ? ഒരു ബൈക്ക് മേടിച്ചോ ഇല്ലയോ? പറ. വാങ്ങി. കണ്ടോ? അത്രയും നേരം നിങ്ങളുടെ ഇല്ലായിരുന്ന പൈസ എവിടുന്ന് വന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുവരെ ബ്രദറെ ഈ കാറ് മേടിക്കുന്നത് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ പൈസ എൻ്റെ ഇല്ലായിരുന്നു. ഒരു വീട് മേടിക്കുകയോ കാറ് മേടിക്കുകയോ ബൈക്ക് മേടിക്കുകയോ കാശ് എൻ്റെ ഇല്ലായിരുന്നു. എവിടുന്ന് ഒരാഗ്രഹം വന്നു, ഒരു കാറ് വേണം, ബൈക്ക് വേണം. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കറങ്ങി കുത്തി ബ്രദറെ ചിട്ടിയോ വട്ടിയോ കടം മേടിച്ചോ എന്തൊക്കെയോ ചെയ്ത് ഒരു വണ്ടി മേടിച്ചു. കണ്ടോ? അപ്പോൾ എവിടുന്നൊക്കെയോ പൈസ നമ്മൾ ഉണ്ടാക്കി. ഈ പൈസ വരുന്നതിന് മുമ്പ് എന്തുണ്ടായി? ആഗ്രഹമുണ്ടായി. ഒരു കാറ് വേണം, ഒരു ബൈക്ക് വേണം, ഒരു വീട് വേണം. അപ്പോൾ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നിന്നും ചില ഐഡിയാസ് പൊങ്ങി വന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് എന്ത് ചെയ്യാം? ഉദാഹരണമാണ്, ഒരു മാനുഷിക തലമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് എന്ത് ചെയ്തൊരു വണ്ടി മേടിച്ചു. ഇതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾക്കകത്ത് ആഗ്രഹം വേണം. എനിക്കിന്ന് അന്യഭാഷയിൽ സഹോദരങ്ങൾ 100 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ആഗ്രഹത്തോടെ വന്നവരാണ്. നിങ്ങളെ ദൈവം നാർഗിക്കട്ടെ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇതേപോലെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ വലിയൊരാഗ്രഹം, മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. എന്നാൽ ഒരു 10 മിനിറ്റ് പോലും തികച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഉറങ്ങിപ്പോവുമായിരുന്നു, മറിഞ്ഞു പോവുമായിരുന്നു, ഡിസ്ട്രാക്ഷനിലുണ്ടാകുമായിരുന്നു. പക്ഷേ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അന്യഭാഷയിൽ പ്രാർത്ഥന. അങ്ങനെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നു. കണ്ടോ? ആഗ്രഹം വരുമ്പോൾ തന്നെ വഴികൾ ദൈവം തുറക്കും. ഇനി ശ്രദ്ധിച്ചോണേ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ഞാൻ പറയാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയണം. എന്തിനാണ് ഈ പറയുന്നറിയാവോ? നമ്മുടെ മനുഷ്യനെ ഉണർത്തണമെങ്കിൽ, ഉണർത്തണമെങ്കിൽ നിങ്ങളുടെ മനുഷ്യനെ ചലിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നവരല്ലേ? നമ്മളെല്ലാവരും സാധാരണക്കാരെ രാവിലെ എണീക്കുന്നു, കറി വെക്കുന്നു, കഞ്ഞി വെക്കുന്നു, വീടിലും പോകുന്നു, ഇങ്ങനെ പോകുന്നവരാ. പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ലേ വലിയ 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 കണ്ടുപിടുത്തം നടക്കുന്നത്? നമ്മളവരെ ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കും അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളും അവരും തമ്മിൽ എന്നാ വ്യത്യാസം? ബുദ്ധിപരമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം മനുഷ്യർ തന്നെയാണ്. ബ്രെയിൻ ഡെവലപ്പ് ചെയ്തേക്കുന്ന എല്ലാം സെയിം രീതി തന്നെയാണ്. എല്ലാവരുടെയും ബ്രെയിനിൻ്റെ ഷേപ്പ് ഒന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ അകത്ത് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ കയറി കൂടി. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, റൈറ്റ് സഹോദരന്മാർ അകത്തൊരു ആഗ്രഹമുണ്ടായി, ഞങ്ങൾക്ക് പറക്കണം. അങ്ങനെ റൈറ്റ് സഹോദരന്മാരുടെ അകത്ത് കയറിയ ആഗ്രഹമാണ് എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ആശയത്തിലേക്കും ഇന്ന് അതിൻ്റെ നിവർത്തി തലത്തിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്താ ചിന്തിക്കാഞ്ഞത്?
നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കാഞ്ഞത്? നമ്മൾ അങ്ങോട്ട് പോകും, നമുക്കും കണ്ടോ പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആകുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മീക വളർച്ച എന്നുള്ളത് ഭൗതിക മേഖലയെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് ഒന്ന് മടങ്ങി വരുവാണേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യത്യസ്തനായി നിൽക്കുവാൻ കാരണം അഭിഷേകമാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ പറയത്തില്ലേ ഈ ചെറുപ്പക്കാരനായ ബ്രദർ എന്ത് പറഞ്ഞു, ഞാൻ എത്രയോ നിങ്ങളെക്കാളും, നമ്മൾ നാട്ടുഭാഷ പറയത്തില്ലേ, എത്രയോ ഓണം കൂടുതലുണ്ടതല്ലേ, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ ആൾക്കാർ, എക്സ്പീരിയൻസിനെ പറ്റി പറയത്തില്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്? അഭിഷേകമാണ്. അപ്പം ഞാൻ കൂടുതൽ അഭിഷേകത്തെ ജ്വലിപ്പിക്കും തോറും എന്താ സംഭവിക്കുന്നത് അറിയാവോ? എൻ്റെ ആത്മ മനുഷ്യൻ വളർന്നു കഴിയുമ്പോൾ ഈ വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്. സ്വർഗത്തിലെ നന്മകളെ പിടിച്ചെടുക്കുവാനുള്ള കഴിവിലേക്ക് ഈ വ്യക്തി വരും. നമുക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കൊച്ചിന് കൊണ്ടുവന്ന് ബ്രെഡ് കൊടുത്താൽ, 2 മാസം പ്രായമുള്ള കൊച്ചിന് ബ്രെഡ് കൊടുത്താൽ അവനത് കഴിക്കാൻ കഴിയത്തില്ല, കപ്പാസിറ്റി ഇല്ല. ഇതേപോലെ ആത്മ മനുഷ്യന് പലപ്പോഴും കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവിനകത്ത മനുഷ്യനെ ബലപ്പെടുത്തണം. കണ്ടോ, ബലപ്പെടുത്തണം, സ്ട്രെങ്തൺ ചെയ്യിപ്പിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും നടക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിൻ്റെയും കാരണങ്ങളെ അറിയുവാൻ, ഗ്രഹിക്കുവാൻ, എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരാൾ നിങ്ങളുടെ അകത്തുണ്ട്. ആത്മ മനുഷ്യനെ വളർത്തണമെങ്കിൽ ആത്മ മനുഷ്യനെ ഫീഡ് ചെയ്യണം, ആത്മ മനുഷ്യന് ആഹാരം കൊടുക്കണം. ആമേൻ. അപ്പം ഞായറാഴ്ച മാത്രമാണ് നിങ്ങൾ വചനം കേൾക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ആഹാരം കഴിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ പുഷ്ടി എങ്ങനെയാണോ അതേപോലെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ. ഞായറാഴ്ച മാത്രം നിങ്ങൾ ഉച്ചവരെ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഒന്നും കഴിക്കുന്നില്ല, ഒരു ഫുഡും കഴിക്കുന്നില്ല, ഒന്ന് ആവശ്യം നോക്കി നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ വെയിറ്റ് ലോസ് ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒത്തിരി മാറ്റങ്ങൾ, വിറ്റാമിൻസിനെല്ലാം കുറവ് വരും, നിങ്ങൾ രോഗിയായിത്തീരും. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചാലോ ശരീരത്തിൻ്റെ അകത്ത് പുഷ്ടിയുണ്ടാകും, ആരോഗ്യമുണ്ടാകും, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ശരീരത്തിലൊക്കെ വ്യത്യാസം. ഇതേപോലെ തന്നെ ആത്മ മനുഷ്യനെ ദിവസവും നിങ്ങൾ ഫീഡ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും സാക്ഷ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട് നമുക്കിപ്പം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, നാട്ടുകാരെന്നെ കളിയാക്കുന്നു, വീട്ടുകാരെന്നെ കളിയാക്കുന്നു, അവരുമൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ ഉണ്ടാകാത്തത്? സാക്ഷ്യമുണ്ടാകണമെങ്കിൽ ആത്മീക വളർച്ച വേണം. ഇനി ഞാനൊരു വാക്ക് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, തുടർമാനമായിട്ടുള്ള പഠന ചിന്തയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക ബ്രദറിൻ്റെ അത് ഗൈഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കത് മനസ്സിലാകുന്ന തരത്തിലേക്ക് വരാൻ വേണ്ടി. ഒന്ന്, ആത്മ മനുഷ്യൻ്റെ ആയുധം വിശ്വാസമാണ്. ഒരു വ്യക്തി ആത്മാവിൽ വളരണമെങ്കിൽ അവന് വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ ഒരു വിശ്വാസം ഒരു വ്യക്തിക്ക് വർദ്ധിക്കുക തന്നെ വേണം. ഒന്നുകൂടെ പറയാം, ആത്മീയൻ്റെ ശക്തി വിശ്വാസമാണ്. നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാൻ ആ വിഷയത്തെ വിശ്വസിക്കുന്നു ബ്രദറെ എന്ന് പറയണമെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ, ഞാനിപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണേ, ഞങ്ങൾക്കൊന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു 10 രൂപ വരാൻ വേണ്ടി പോവാ, ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാണ്, 10 രൂപ ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ എളുപ്പമല്ലേ? കണ്ണടക്കി പോലും വേണ്ടല്ലേ? അല്ലേ? 10 രൂപയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും വരും, എവിടെ നിന്നേലുമൊക്കെ വരും. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് കണ്ണടച്ച്, ഈ രാത്രിയിൽ 1 കോടി രൂപ അത്ഭുതകരമായി വരാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞാൽ എത്ര പേരുടെ ഉള്ളത്തിൽ ഒരു എന്താ പറയുന്നത്, ആ 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് പെട്ടെന്ന് വന്നോ ഇല്ലയോ? വന്നെങ്കിൽ വന്നെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. വന്നോ ഇല്ലയോ? ഞാൻ ഇല്ലാന്ന് പറയുന്നവരുടെ കൂടെ കയറാൻ വേണ്ടി പോകട്ടോ. ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂടെ പോവാണേ. കാരണം നമുക്ക് പലപ്പോഴും ചെറിയ കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര ഉറപ്പാണ്. തലവേദന മാറും, ഈസി ആയിട്ട് മാറും. പക്ഷേ ആ ക്യാൻസർ മാറുമോ എന്ന് ചോദിച്ചാൽ മാറും, അത്ഭുതം ചെയ്യും. എന്നാലും നമ്മൾ പറയും ഡോക്ടർ എന്നാ പറഞ്ഞുകൊണ്ടോ. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച, നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുടെ അകത്തും ഏറ്റക്കുറച്ചിലുകളെ കാണാൻ പറ്റും അല്ലേ?
എന്താണ് ഈ ഏറ്റക്കുറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരീക്ഷ എപ്പോഴും ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, എന്തിനാ ദൈവം പരീക്ഷിക്കുന്നത് അറിയാവോ? നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് റോമാലത്തിൽ വാക്യമുണ്ട്, ദൈവം നമ്മളെ പരീക്ഷിക്കും. എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് അറിയാമോ? നമ്മൾ വളരണം. മനുഷ്യൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് പലപ്പോഴും നമ്മുടെ അകത്ത് സംശയങ്ങൾ കയറുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 10 രൂപ വേണ്ട, ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലോട്ടൊരു 10 രൂപ വരുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ തയ്യാറ്. പക്ഷേ ഇന്ന് രാത്രി സഹോദരി ഉറപ്പായിട്ട് ദൈവം 1 കോടി രൂപ ഇപ്പോൾ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി സംശയങ്ങൾ വന്നു, ഒത്തിരി ചോദ്യങ്ങൾ വന്നു, നിങ്ങളുടെ അകത്ത് ഭയങ്കരമാകുന്ന എന്തൊക്കെയോ വലിയ രീതിയിൽ എന്ത് ചെയ്തു, സംശയ വിചാരങ്ങൾ കയറിക്കൂടി. അതിൻ്റെ കാരണം എന്നറിയാവോ? 1 കോടി രൂപ എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു വലിപ്പമുണ്ട്. നിങ്ങളുടെ മനുഷ്യനെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, മനുഷ്യൻ്റെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കണം. മനുഷ്യൻ്റെ കപ്പാസിറ്റിയെ വർദ്ധിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ എത്ര പേർക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ധൈര്യം ഉണ്ടായി? ആദ്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ധൈര്യം വന്നു. ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം കാണാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഒരു ധൈര്യം. പക്ഷേ ഇന്നലകളിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട്. ആദ്യ സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ രോഗിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു ധൈര്യവും അല്ലെങ്കിൽ പേടിയൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം മാറിയത് എത്ര പേരുണ്ട്? ആമേൻ. അപ്പോൾ ഒത്തിരി ആദ്യ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ, ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ, എനിക്കതിന് പറ്റുമോ എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ദിവസവും വചനം കേട്ട് നിങ്ങളിലൂടെ നടക്കും, നിങ്ങളിലൂടെ സംഭവിക്കും. അത് കേട്ട് വചനം കേട്ട് നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ മനുഷ്യന് ബലമുണ്ടായി. ഇപ്പോൾ നിങ്ങളോട് പറയാം, രോഗികൾക്ക് മേൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചാടി വീഴും. അതിൻ്റെ കാര്യം എന്നറിയാവോ? മനുഷ്യൻ സ്ട്രെങ്തനായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു കാര്യം വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് സംശയങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഭയങ്കര ഭാരങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന് അതിനെ പിടിക്കുവാൻ കഴിയുന്നില്ല. കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവശ്യമാണ്. അത് കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് നടക്കത്തില്ലെന്നല്ല ഞാൻ പറയൂ ബ്രദർ, അതുകൊണ്ടാണ് നടക്കാത്തതെന്നല്ല ഞാൻ ഈ പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ലിഫ്റ്റ് ചെയ്യുവാനും പല രീതിയിൽ സ്ട്രെങ്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഞാനിപ്പം നമുക്ക് മനസ്സിലാകുന്ന പോലെ വ്യാഖ്യാനിക്കും. ഒരു കാര്യം നമുക്ക് ഉയർത്തുവാൻ സ്ട്രെങ്ത് ആവശ്യമാണ് അല്ലേ? ഒരു കാര്യം വലിച്ചു പൊക്കിയെടുക്കുവാൻ സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യത്തെ വലിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് ആവശ്യമുള്ളതുപോലെ തന്നെ മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ വചനം പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരെ പഠിപ്പിക്കുന്നത്? അതാ ശ്രദ്ധിച്ച് നോക്കി, തമ്മിൽ പഠിപ്പിക്കുകയാണ്. ആരെയാണ് ഈ പഠിപ്പിക്കുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവ് വരത്തില്ല എന്നൊരു വചനം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരെയാ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ മനുഷ്യനെ പഠിപ്പിക്കുക. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, മനുഷ്യന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഒന്നും അറിയത്തില്ല. അവിടെ ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനൊന്നും അറിയത്തില്ല. അതിങ്ങനെ വട്ടം നോക്കിക്കൊണ്ടിരിക്കും, ഇതെന്തുവാ കാണുന്നത്? ഇത് കാടാണോ മലയാണോ മനുഷ്യനാണോ എന്തുവാന്ന് അതിനെ അറിയത്തില്ല. അതിങ്ങനെ കേട്ടും കണ്ടും ഗ്രഹിച്ച് ഇതേപോലെ നിങ്ങളുടെ മനുഷ്യന് ലോകത്തിലേക്കാണ് വീഴുന്നത്. ഈ പുള്ളിക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനാണ് ഓരോ ശുശ്രൂഷകനും വചനം പഠിപ്പിക്കുന്നത്. നിങ്ങളെ വചനം പഠിച്ച് കഴിയുമ്പോഴേക്കും ഈ മനുഷ്യൻ ഈ പഠിച്ചതിനെ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ബ്രദറും വരത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നയാളാണ് അകത്ത മനുഷ്യൻ. ഇപ്പം മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഒരു ബ്രദറിനും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷെ വീടിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യനിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ജയിക്കുവാൻ കഴിയും. പക്ഷേ ഈ പുള്ളിയെ പഠിപ്പിക്കണം. നമ്മൾ പിള്ളേരെ പഠിക്കുന്നത് ഇതാണ് വെള്ളം, ഇതാണ് തീയ്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് അത് തൊടരുത്, അതിൽ കയറിയാൽ വീഴും. എന്തിനാ അങ്ങനെ പഠിപ്പിക്കുന്നത്? അതിനറിയത്തില്ലേ? ഇല്ല, അത് കുഞ്ഞാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അത് എടുക്കരുത് കേട്ടോ, അത് തൊടരുത് കേട്ടോ, അത് തീയാണ് കേട്ടോ, അത് വെള്ളമാണ് കേട്ടോ.
അത് ചോറാണ് കേട്ടോ, ഇത് പാലാണ് കേട്ടോ, ഇതെല്ലാം പറഞ്ഞ് പിള്ളേരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നാളെ അത് പാല് കാണുമ്പോൾ ഇതാണത് പാലിരിക്കുന്നു, ദാഹിക്കുമ്പോൾ അത് പാല് കുടിക്കും. കണ്ടോ, പഠിപ്പിച്ചാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ഒരാവശ്യം വരുമ്പോൾ അതെടുത്തുപയോഗിക്കും. ആമേൻ. അപ്പോൾ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുക എന്ന് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ വചനം, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വചനം ആരെയാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ അകത്ത മനുഷ്യനെ പഠിപ്പിക്കുക. ഈ വ്യക്തിക്കാണ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ദാഹിച്ചിരിക്കുക, നമുക്ക് ഭയങ്കര തൊണ്ട ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുക. തൊണ്ട ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പെട്രോൾ ഇരിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ മണ്ണെണ്ണ ഇരിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ നല്ല ഒന്നാന്തര പച്ച വെള്ളം ഇരിക്കുന്നു. ഈ വിധത്തിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഏതാ എടുക്കുന്നത്? കണ്ടോ, ഈ പച്ചവെള്ളമേ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചത് കൊണ്ടല്ലേ. പെട്രോൾ കണ്ടാൽ വെള്ളം പോലിരിക്കും, മണ്ണെണ്ണ കണ്ടാൽ വെള്ളം പോലിരിക്കും. എനിക്ക് തോന്നുന്നത് വെള്ളത്തേക്കാൾ നല്ല രസമുണ്ട് കാണാൻ പെട്രോളിൻ്റെ കളറ്, മണ്ണെണ്ണയുടെ കളറല്ലേ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചാൽ. ഭംഗി ഇത് രണ്ടിലും കൂടുതൽ, വെള്ളത്തിനേക്കാൾ ഭംഗി ഇത് രണ്ടിനുമാണ്. പക്ഷെ നമ്മൾ ഓടിപ്പോയി എടുക്കുന്നത് ഒരു കളറുമില്ലാത്ത പച്ച വെള്ളം എടുത്ത് കുടിക്കും. ആര് പഠിപ്പിച്ചു? കുടുംബത്തിൽ നിന്ന് കേട്ട് പഠിച്ചു. വെള്ളം കുടിപ്പിക്കാൻ പഠിപ്പിച്ചു നമ്മളെ. കണ്ടോ, അപ്പോൾ അത് പഠിച്ചത് കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായി? ആ ദാഹം വന്നപ്പോൾ കുടിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളുടെ ആത്മ മനുഷ്യനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ആത്മ മനുഷ്യൻ പഠിക്കുക. ഈ വ്യക്തിക്ക് കൈയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആത്മ മനുഷ്യൻ്റെ കൈയും കാലും മൂക്കും വായും ഉണ്ടെന്നൊക്കെ പറ. ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ വിഷയം കുറച്ചൊന്ന് സ്ലോ ആയി പോകും, പയ്യെ പറഞ്ഞു പോകത്തുള്ള 3-4 ദിവസം കൊണ്ട് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവം സഹായിക്കും. അപ്പോൾ ആത്മ മനുഷ്യന് കൈ കൊണ്ട് എടുക്കണമെങ്കിൽ ആത്മ മനുഷ്യന് മനസ്സിലാകണം ഇത് എടുക്കേണ്ട സാധനമാണ്. ഇതുകൊണ്ടാണ് പല വിശ്വാസികൾക്കകത്തും അനാവശ്യമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ, പല വിശ്വാസികളുടെയും ജീവിതത്തിൽ തകർച്ച വരാനുള്ള പ്രധാന കാരണം അവർ പഠിച്ചതിൻ്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവർ പഠിച്ചതാണ് അവരുടെ വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്നൊരു സഹോദരിയുണ്ട്. സഹോദരി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ തലമുറ അത് നശിച്ചു പോകും, അതൊന്നും ശരിയാകാൻ പോകുന്നില്ല, അതൊന്നും റെഡിയാകത്തില്ല, അതൊന്നും നേരെയാകത്തില്ല, എൻ്റെ വിധിയാണെന്ന് എപ്പോഴും പറയും. പക്ഷെ നല്ലപോലെ പ്രാർത്ഥിക്കും, നല്ലപോലെ വചനം കേൾക്കും, എല്ലാ ബൈബിൾ ക്ലാസ്സിനും പങ്കെടുക്കും. പക്ഷെ തലമുറ മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? തലമുറയെപ്പറ്റി ഓൾറെഡി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതൊന്നും നന്നാകാനുള്ളതൊന്നും അല്ല. കണ്ടോ, ഇതൊന്നും റെഡിയാകാനുള്ളതല്ല. അപ്പോൾ അവർ ഓൾറെഡി ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ വചനവുമായിട്ട് ചേരുന്ന ഒരു ഹൃദയം ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. യേശു പറഞ്ഞു, ഹൃദയത്തിൽ സംശയിക്കാതെ ഈ സംശയിക്കാന്ന് പറഞ്ഞാൽ 2 ചോദ്യം വരുന്നുണ്ട്, സംശയം വരുന്നല്ലേ. ഇപ്പം ഇടത്തോട്ടും വലത്തോട്ടും ഒരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് സംശയം വരും. വലത്തോട്ട് മാത്രമേ വഴിയുള്ളൂ കോട്ടയത്തോട്ട് പോകാൻ. വലത്തോട്ട് മാത്രം തിരിഞ്ഞാൽ കോട്ടയം. ഇടത്തോട്ടൊരു വഴി ഇല്ലെന്നിരിക്കട്ടെ, ഒരു സംശയമില്ല. പക്ഷേ ഇടത്തോട്ട് ഒരു വഴി, വലത്തോട്ട് ഒരു വഴി. അപ്പോൾ എങ്ങനെയാണ് കോട്ടയത്തോട്ട് പോകേണ്ടതെന്നൊരു സംശയം വന്നില്ലേ? അപ്പോൾ ഹൃദയത്തിൽ സംശയം വരുന്നതിൻ്റെ കാരണം 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പത്തിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ നാവിലൂടെ അത് പുറത്തു വരും. 2 ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ 2 വഴിയിലൂടെ ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് പല വിശ്വാസിക്കും പറ്റുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ വചനം പറയണം, അല്ലെങ്കിൽ ശാപവാക്ക് പറയണം. 2ഉം കൂടെ പറഞ്ഞാൽ അത്ഭുതം ഉണ്ടാകത്തില്ല. ഇതുമായിട്ട് നമുക്ക് എന്നാ ബന്ധം പറഞ്ഞു തരാം. നിങ്ങളുടെ ആത്മ മനുഷ്യനെ നിങ്ങൾ എല്ലാ ദിവസവും വചനം പറയുമ്പോൾ, ഞാൻ ആത്മ വളർച്ചയെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു വചനം നിങ്ങൾ പറയുക. ഇപ്പോൾ ഒരു വചനം പറയും, എൻ്റെ സഹായം. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടെന്നറിയോ? ഒരു കാലത്ത് ഞാൻ പഠിച്ച വചനങ്ങൾ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. ഞാൻ എല്ലാ ദിവസവും വചനം പറയും. വചനം എനിക്ക് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് അത് മനസ്സിലായത്. ഞാൻ എല്ലാ ദിവസവും പറയും, ഉദാഹരണം പറയും, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് ഞാൻ എല്ലാ ദിവസവും പറയുവേ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം.
അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും ഈ സങ്കീർത്തനത്തിൽ ഈ വചനം പറയും, യഹോവ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്നു. ഇങ്ങനെ ഈ വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ മനസ്സിൽ മാത്രമല്ല, ഓർമ്മ വരുമ്പോഴൊക്കെ പറയും, സമയം കിട്ടും. എല്ലാ ദിവസവും എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും ഈ വചനം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ അതിനെ പഠിച്ചെടുത്തു. കണ്ടോ, അത് പഠിച്ചെടുത്തു. ഈ വ്യക്തിക്ക് യഹോവയുമായിട്ട് ബന്ധമുണ്ട്. കണ്ടോ, ഈ ആത്മ മനുഷ്യന് ബന്ധം യഹോവയുമായിട്ടാണ്. ഈ മനുഷ്യൻ ഇത് പഠിച്ചെടുത്തു. ഞാനിത് പറഞ്ഞു കൊടുത്തപ്പം എൻ്റെ അകത്ത മനുഷ്യൻ പഠിച്ചെടുത്തു. എന്നിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യുമെന്നറിയാവോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിൽ ഒരാൾ പറയുക, എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നു, ഇപ്പോൾ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും ഒരു ആവശ്യം എനിക്ക് വന്നെന്നിരിക്കട്ടെ, എനിക്കൊരാവശ്യം വന്നു, എനിക്ക് കടം ചോദിക്കാൻ ഭയങ്കര മടിയാണ്, വായ്പ മേടിക്കാൻ ഭയങ്കര മടിയാണ്, തല കുനിക്കാൻ ഭയങ്കര മടിയാണ്, നാണക്കേടാണ്. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ ആത്മ മനുഷ്യൻ ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ, ആ ആത്മ മനുഷ്യൻ ഉടനെ ചാർജായിട്ട്, നോക്കിക്കേ, ഉടനെ ചാർജായിട്ട് അവൻ ഉടനെ അകത്ത മനുഷ്യൻ ഉടനെ പറയും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അത് ഞാൻ ഏറ്റു പറയുന്നതാണ്, എൻ്റെ നാവിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പം മനസ്സിലായോ? എൻ്റെ അകത്ത മനുഷ്യൻ പറയുന്നതാണ് പുറത്തെയുള്ള നാവിലൂടെ ഞാൻ പുറത്തേക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഈ വ്യക്തി പറഞ്ഞ് സഹായിക്കാനുള്ള ദൈവത്തിൻ്റെ മുഴുവൻ നന്മയും എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? ദൈവവുമായിട്ട് ബന്ധമുള്ള അകത്ത മനുഷ്യൻ. അതാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നിലത്തെ പൊടിയിൽ നിന്നും ദൈവം മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി. അടുത്ത വാക്ക് നോക്കിയേ, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തമ്പുരാൻ എന്നാ ചെയ്തത്? ആ പ്രതിമ ആയ ഒരു മനുഷ്യനിലേക്ക് ദൈവം എന്ത് ചെയ്തു? ആത്മാവിനെ കണ്ടോ? അപ്പോൾ ഒരു ചോദ്യം, അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന നമ്മുടെ അകത്ത മനുഷ്യൻ, അഥവാ നമ്മുടെ അകത്ത മനുഷ്യൻ എവിടുന്ന അപ്പോൾ വരുന്നത്? അപ്പൊ ദൈവത്തിൽ നിന്ന് വന്ന ആത്മ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. മോനെ, നീ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ മനസ്സിലാൻ വേണ്ടി പറയുകയാണെ, നമ്മുടെ വീണ്ടും ജനിച്ച നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളവനല്ല. അതുകൊണ്ടാണ് നമ്മൾ നിത്യതയിൽ പോവാന്ന് പറഞ്ഞത്. ഈ പുള്ളിക്ക് മുഴുവൻ ബന്ധമുള്ളത് അവിടെയാണ്. ഈ അകത്ത മനുഷ്യൻ സ്വർഗത്തിലെ ദൈവവുമായിട്ട് ബന്ധമുള്ള ആളാ. പക്ഷേ ഈ പുള്ളിയെ നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ പുള്ളിയെ നമ്മൾ നമ്മൾ ആരാന്നറിയാവോ? നമ്മുടെ റേഷൻ കടയിൽ പോയി അരി മേടിക്കേണ്ട ആളാ. നമ്മുടെ അകത്ത മനുഷ്യനോട് പറയുക, നമ്മൾ ആരാന്നറിയാവോ? ഈ ചെറിയ വീട്ടിൽ കിടന്ന് തല്ലും കൂടി മരിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ആരാന്നറിയാവോ? ഈ ഭൂമിയിൽ ഇങ്ങനെ കടന്ന് ഓരോ ദുരിതങ്ങളിലും പ്രയാസത്തെങ്കിലും ബുദ്ധിമുട്ടിലും കടന്ന് ഇങ്ങനെ മരിക്കേണ്ടവരാ. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കും. അതുകൊണ്ടാണ് പല വിശ്വാസികളുടെ അകത്തും കയറി കൂടിയ ചില ചിന്തയുണ്ട്. എന്നറിയാവോ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം, സാത്താൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ നകർത്തിട്ടിരിക്കുക. ഇങ്ങനെ കേട്ട് പഠിപ്പിച്ച് നമ്മുടെ അകത്ത മനുഷ്യനെ പഠിപ്പിച്ചേക്കുക. അതുകൊണ്ട് നമ്മുടെ അകത്ത മനുഷ്യൻ്റെ കുഴപ്പമെന്നറിയാവോ? ഒരു പ്രശ്നം വരുമ്പോൾ ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക വിശ്വാസികളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പറഞ്ഞ ഉടനെ പറയും, ബ്രദറെ, ഒരു ആൻറ്റി പറയുക, എന്നാ ചെയ്യാൻ, ഞാൻ ചുമ്മാ ചോദിച്ചതാണ് വിശേഷം, കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴേക്കും ആൻറ്റി എന്നെ ഉണ്ട് വിശേഷം. എന്നാ പറയാനാ, പിശാചുള്ള വഴി മൊത്തം അടച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ആ സഹോദരി അല്ല പറയുന്നത്, അകത്ത മനുഷ്യനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക, സാത്താനുള്ള വഴിയല്ല. അതുകൊണ്ട് ഈ പുള്ളി ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ തമ്മിൽ പഠിപ്പിക്കണം, അവരെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അപ്പം ബുദ്ധിയെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എൻ്റെ സഹായം ദൈവമാണ്. ഇത് നിങ്ങളൊരു 10 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ അതിനെ ചാടിപ്പിടിക്കും. ഈ പുള്ളി അവിടെ നിന്ന് ബുക്കിൽ എഴുതി വെച്ചേക്കുവാണ്, എൻ്റെ സഹായം മനുഷ്യനല്ല, പ്രസിഡൻ്റ് അല്ല, മന്ത്രിയല്ല, MLA അല്ല, ജോലിയല്ല, എൻ്റെ സഹായം യഹോവയാണ്. അതുകൊണ്ട് ഈ വ്യക്തി ഈ വചനം ഇങ്ങനെ ഇത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. വചനം ഭക്ഷിച്ചിട്ട് ഇനി ആ എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാവേ. എഫേസ്യ ലേഖനത്തിലെ വാക്യം കണ്ടോ? ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആ വാക്ക് കണ്ടോ? ബലപ്പെടണം. ഹല്ലേലൂയ. അപ്പം ആത്മാവിനാലാണ്. എങ്ങനെ ആത്മാവിൽ ബലപ്പെടുന്നത്? ആത്മാവിൻ്റെ ആഹാരം വചനമാണ്. നമുക്ക് ചോറ് കഴിക്കുന്നത് പോലെ തന്നെ അകത്ത മനുഷ്യന് വേണം ചോറ്. അതേതാ ചോറ്? വചനം. അപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്ത് ചെയ്യും? വചനം കൊടുക്കും. ഏതെങ്കിലും ബ്രദറിലൂടെയോ ആരെങ്കിലൂടെയോ നിങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനം കൊടുത്തുകൊണ്ടിരിക്കുക.
ഒരു ദിവസം വചനത്തിൻ്റെ സപ്ലൈ നിന്നാൽ ബലം കുറയും, ശക്തി കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. ബൈബിള് വായിക്കുന്നില്ല എങ്കിൽ ശക്തി കുറയും, ബൈബിള് വായിക്കുന്നില്ല എങ്കിൽ ബലം കുറയും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ 3 ദിവസം ഒരു ആഹാരവും കഴിക്കാതെ നടന്നു കഴിഞ്ഞാൽ 4-ാം ദിവസം തല കറങ്ങും, 5-ാം ദിവസം പയ്യെ ശരീരം ക്ഷീണിക്കും, 6-ാം ദിവസം എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴും. ഇത് തന്നെയാണ് വിശ്വാസിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരുന്നില്ല, അകത്ത മനുഷ്യനെ വളർത്തുന്നില്ല. ഇനി നോക്കിക്കേ, നിങ്ങളിപ്പം പൗലോസ്ലീഹ പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങൾ തമ്മിൽ പഠിപ്പിക്കണം. ഭർത്താവ് ഭാര്യയോട് പറയണം, അച്ചായ നമ്മുടെ സഹായം ചിട്ടിക്കാരനല്ല, നമ്മുടെ സഹായം ഇന്നയാളല്ല, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഉടനെ എന്നെ സംഭവിക്കുന്നറിയാവോ? അച്ചായൻ്റെ അകത്തിരിക്കുന്ന അകത്ത മനുഷ്യൻ ചാടിപ്പിടിക്കും. വീണ്ടും അച്ചായൻ തിരിച്ച് അമ്മാമ്മയോട് പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, ദേ നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇവർ പരസ്പരം തമ്മിൽ പറയുമ്പോൾ ഇവരുടെ അകത്ത മനുഷ്യൻ അതിനെ നോട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷിക്കും തോറും നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നു. ഇനി ബലപ്പെട്ടാലുള്ള ഗുണം എന്നാണെന്നറിയാവോ? നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സകല നന്മകളെ നിങ്ങൾക്ക് എടുത്തുയർത്തുവാൻ പറ്റും. അയ്യോ ബ്രദറെ, ഞാൻ വലിയ പ്രതികൂലത്തിൻ്റെ അകത്ത് നിൽക്കുവാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ലോകത്തിൽ എല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപയോഗിക്കപ്പെടുന്നവൻ പറയത്തില്ല, അയ്യോ ആ ബ്രദറിന് എന്താ ഒരു കൃപാ വരവാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ബ്രദറിന് എന്തൊരു പ്രവചന വരവാ. അതിൻ്റെ കാര്യം എന്നറിയാവോ? അവർക്ക് ലഭിച്ച കൃപാവരത്തെ അവർ ജ്വലിപ്പിച്ചത് കൊണ്ടാണ്, അവർ ആത്മ മനുഷ്യനെ അവർ ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അവർ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു, കൈവെക്കുന്നു, രോഗി സൗഖ്യമാകുന്നു, വലിയ പ്രവചനങ്ങൾ പ്രവചിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് രസമോ കർത്താവേ, എനിക്കും അതേപോലെ ആകണമെന്ന് പറഞ്ഞാൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ആഹാരം കൊടുത്താൽ മതി. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണം. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഞാൻ ഈ വചനമൊക്കെ പറയുന്നത് കൊണ്ട് ഈ ബ്രദർ ഈ പറയുന്നത് പോലെ എനിക്ക് വല്ല ഗുണമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും, രാവിലെ ഇഡലിയും സാമ്പാറും, ഉച്ചയ്ക്ക് ചോറും കറിയും, വൈകിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? പിന്നെ ഗുണമില്ലാതിരിക്കുമോ? ഇത് കഴിക്കുന്നത് കൊണ്ടല്ലേ ബ്രദറെ ഞാൻ ഈ ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നത്. കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഇഡലി കഴിച്ചാൽ എങ്ങനെയാണ് ജോലിക്ക് പോകാൻ പറ്റുന്നത്? ചോറുണ്ടായാൽ എങ്ങനെയാണ് ജോലിക്ക് പോകാൻ പറ്റുന്നത്? ഒന്ന് ചോദിച്ചു നോക്കിയേ. ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു, കറി ഒഴിച്ചു. ഇതും ജോലിയുമായിട്ട് എന്നാ ബന്ധം? നിങ്ങൾ ജോലിക്ക് പോകുന്നതും ഈ കൊണ്ടുവച്ചിരിക്കുന്ന ഉച്ചഭക്ഷണവുമായിട്ട് എന്താ ബന്ധമുണ്ട്? ഇവിടെ ഇത് കഴിച്ചെങ്കിലേ എനിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടാകത്തുള്ളൂ. കണ്ടോ? അപ്പോൾ മുമ്പിലിരിക്കുന്ന ആഹാരം തീരുമാനിക്കും നാളെ ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന്. അല്ല, ഒന്നാന്തരം കട്ടിപ്പണി ചെയ്യുന്ന ഒരാൾ, വല്ല കൂലിപ്പണി ചെയ്യുന്ന ഒരാളെന്ന് വെച്ചു, വാർക്കപ്പണി ചെയ്യുന്ന ഒരാളെന്ന് വെച്ചു, കമ്പി എല്ലാം എടുക്കണം, ഏത് ജോലി ആയിക്കോട്ടെ. ഈ മനുഷ്യൻ രാവിലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല, പിറ്റേ ദിവസം 7 മണിക്ക് ജോലിക്ക് പോയി. ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ. കഠിനമായ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കണ്ട, അപ്പൊ ആഹാരവുമായിട്ട് ബന്ധമില്ലേ നമ്മുടെ ജീവിതത്തിൽ? ഇത് മനസ്സിലാക്കണം. നമ്മുടെ ആഹാരവുമായിട്ട് നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ട്, ജോലിക്ക് ബന്ധമുണ്ട്. മനസ്സിലായോ? പോക്കറ്റിൽ കാശ് വരണോ? ആഹാരം കഴിക്കണം. അതെന്നാ ബ്രദറെ, പോക്കറ്റിലെ കാശും ആഹാരവുമായിട്ട് ബന്ധം? ആഹാരം കഴിച്ചാലേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ, ജോലിക്ക് പോയാലേ പോക്കറ്റിൽ കാശ് വരത്തുള്ളൂ. ഇത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ആത്മ മനുഷ്യന് വചനം കൊടുത്താലേ ഉള്ളൂ ഈ മനുഷ്യൻ സ്വർഗത്തിലെ സകല നന്മകളും സകല അനുഗ്രഹങ്ങളെ വലിച്ചെടുക്കും. കണ്ടോ? ഈ മനുഷ്യനാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവം നമുക്ക് തന്ന അകത്ത മനുഷ്യന് വളർച്ചയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയില്ല. കേട്ടോ? ഈ ബ്രദറെ, ഞാൻ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോകുന്നത് നല്ലതാ. ആഴ്ചയിൽ ഒരു ദിവസം ആഹാരം കഴിക്കുന്നത് നല്ലതാ. എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചാലോ നിങ്ങളുടെ ജീവിതം എന്തായിത്തീരും അല്ലേ? ഇതേപോലെ നിങ്ങൾ കർത്താവിൻ്റെ, അപ്പം ഞാനിത് 2ാമത്തെ പാർട്ടിലേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. യൂട്യൂബിൽ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഡേറ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം ഇന്നലെ കേട്ടു, അകത്ത മനുഷ്യൻ. അപ്പോൾ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിനെല്ലാം സൊല്യൂഷൻ കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞ് തുടക്കം വിട്ടിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുവാണേ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നടക്കണം, ഒരു പ്രശ്നത്തിലൂടെ കടന്ന്, ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ
ഇന്നലെയൊക്കെ നമ്മളൊരു സാക്ഷ്യം കേട്ടൊരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, മകൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവചന ആലോചന. എനിക്ക് തോന്നുന്നത് ജൂൺ മാസം ഓഗസ്റ്റ് മാസത്തിലേക്ക് ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നൊരു പ്രവചനം കേട്ടു. കേട്ടോ, ഇന്നലെ സഹോദരി സാക്ഷ്യം പറഞ്ഞു, മോൻ വലിയ ഭാരപ്പെടുമായിരുന്നു, അവൻ ജോലിക്കായിട്ട് ഭാരപ്പെടുമായിരുന്നു, അവനത് വലിയൊരു അത്ഭുതമായി തീർന്നു. രണ്ടാമത് കഴിഞ്ഞ ദിവസം നമ്മളൊരു സാക്ഷ്യം കേട്ടു, ഒരു പേര് വെളിപ്പെട്ട്, ഞാൻ ആ പേര് മറന്നുപോയി, പേര് ഞാൻ വിട്ടുപോയി, ആ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു എറണാകുളത്തുമായിട്ട് ബന്ധം ആ വ്യക്തിക്കുണ്ട്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് എറണാകുളം ജില്ലയുമായിട്ട് ബന്ധമുണ്ട്, എന്തോ ഒരു ജോലിയും കൂടെ ദൈവാത്മ വെളിപ്പെടുത്തി. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ വിഷയമായിരുന്നു, എൻ്റെ ഭർത്താവായിരുന്നു, ആ വിഷയം കർത്താവ് എന്ത് ചെയ്തു എടുത്തു പറഞ്ഞു, എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വ്യക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആ സാബു എന്നൊരു പേര് വെളിപ്പെട്ടു. സാബു എന്ന് പറഞ്ഞ വ്യക്തി എറണാകുളം ജില്ലയുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു പ്രവൃത്തി, എന്തോ ഒരു കാര്യം വെളിപ്പെടുത്തിയായിരുന്നു. നമ്മൾ എത്ര പേരാണ് 2 സാക്ഷി, ഇന്നലത്തെ സാക്ഷി ഇന്നത്തെ സാക്ഷ്യം കേട്ടായിരുന്നത്? എത്ര പേരത് കേട്ടായിരുന്നു? സാക്ഷിയൊക്കെ കേൾക്കണം കേട്ടോ. കേട്ടു. ഇനി ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാം. ഈ പ്രവചനം എന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സാബു എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ മറ്റേ ആ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് മാസം മോൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് എന്തോ പറഞ്ഞു, അവൻ ഇന്ന നന്മ വരാൻ വേണ്ടി. അപ്പോൾ അവർ കുറേ നാളായിട്ട് അവരുടെ ജീവിതത്തിൽ ജോലിക്ക് പോകാൻ പറ്റാതെ ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അത് മാറുന്നില്ല. പക്ഷെ ആ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ, അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അത് നിവർത്തിയായി. കണ്ടോ, സാക്ഷ്യം പറഞ്ഞു. എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയാവോ? അപ്പം ഞാൻ ഉദാഹരണം അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. അപ്പം എൻ്റെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ, ഈ ആത്മമനുഷ്യൻ 2 ഗുണമുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ഒരു കഴിവിലേക്ക് ആത്മമനുഷ്യൻ വളർന്നതുകൊണ്ട് ആ വ്യക്തി ദൈവം പറയുവാണ് ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു. അതെൻ്റെ ആത്മമനുഷ്യൻ്റെ ചെവി കൊണ്ട് അത് കേട്ടു. എൻ്റെ ആത്മമനുഷ്യൻ എന്ത് ചെയ്തു? എൻ്റെ ശരീരത്തോട് പറഞ്ഞു, നാവ് കൊണ്ട് അത് പറയുക. അത് പ്രവചനമായി നിങ്ങൾ കേട്ടു. അപ്പോൾ എന്താ സംഭവം എന്നറിയാവോ? അതിൻ്റെ പിന്നിലുള്ള ഒരു തടസ്സത്തെ ഈ ആത്മമനുഷ്യനിലൂടെ ദൈവം എന്ത് ചെയ്തു? വെട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയാം, ബ്രദറെ, അതൊരു സാക്ഷ്യമായിട്ട് മാറി. കണ്ടോ? അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രവചനം കേട്ടപ്പോൾ ഇങ്ങനെ സാക്ഷ്യമാകുന്നത് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ആ ആത്മാവിനാൽ അതിനെ വെട്ടിമാറ്റി. കണ്ടോ? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അപ്പം നിങ്ങളുടെ ആത്മമനുഷ്യൻ ഇതേപോലെ വളർന്നാൽ എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് സ്വന്തമായി മറ്റൊരാളെ സഹായിക്കുവാനും സ്വന്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കി അതിനെ ജയിക്കുവാനുള്ള കഴിവിലേക്ക് നിങ്ങൾ വളരും. ഇങ്ങനെ വളരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അതിനെന്താ വഴി? ഞാനിപ്പോൾ 2ാമത്തെ ക്ലാസ്സിലേക്ക് വന്നേക്കുന്നത്. ഇനി മുന്നോട്ട് ഈ ക്ലാസ് പോകണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ അന്ത്യകാലത്തിന് സകലത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങൾ എല്ലാവരും പ്രവചിക്കും. എന്തുകൊണ്ടാണ് പ്രവചിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ബ്രദർ എനിക്ക് അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കാര്യത്തത്? ഒരു കുഴപ്പമില്ല, വളരെ ഈസിയാണ്. നന്നായിട്ട് ആഹാരം കഴിക്കണം. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈ വചനം പറയുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുമ്പോഴാണ് ഇനി 2ാമത്തെ സ്റ്റെപ്പിലേക്ക്, 3ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ആത്മമനുഷ്യൻ്റെ ആയുധത്തെ പറ്റിയാണ്. കുറേ ആയുധങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് നമ്മൾ നാളെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. മിസ്സാക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നമുക്ക് നേരം വിളക്കുന്നവർ ഇങ്ങനെ പോകാമായിരുന്നു. യൂത്തിക്കോസ് മറിഞ്ഞു വീണതുപോലെ ആരും വീഴാതിരിക്കേണ്ടതിന്, ഉറങ്ങി വീഴാതിരിക്കേണ്ടതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? തൽക്കാലത്തേക്ക് നമുക്ക് ഒതുക്കാം. നാളെ കർത്താവ് വീണ്ടും അത് കൂടെ ജ്വലിപ്പിക്കും. അപ്പോൾ നാളെ നമ്മൾ ആത്മമനുഷ്യൻ്റെ ആയുധങ്ങളെപ്പറ്റി കേൾക്കാൻ വേണ്ടി പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം സെൻസ് ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിലാണ്? മറന്നു പോകരുതേ, ദിവസവും വചനം വായിക്കണം. വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഭക്ഷിക്കണം. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കണം. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പറയണം. അപ്പോൾ വായിക്കണം, പഠിക്കണം, പറയണം. ബ്രദറെ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആഹാരം കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണോ അതോ ഫോർമാലിറ്റിയാണോ എന്ന് പറ. ആഹാരം കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണോ അതോ ചുമ്മാ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആണോ? പറ. നിർബന്ധമാണ്. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ ആഹാരം കഴിക്കണമല്ലേ? കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണമെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചാലേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ.
നിങ്ങൾ പറ, എനിക്കിന്ന് ആഹാരം കഴിക്കാൻ ഒരു മൂഡില്ല. ഓ, ഇന്ന് ഞാൻ എന്തിനാണ് കഴിക്കുന്നത്? ഒന്ന് കടന്നു നോക്കിക്കേ. ഒരു 3 ദിവസം ആഹാരം കഴിക്കാൻ കടന്നു നോക്കിയാൽ 3 ദിവസം ജോലി പോകാൻ പറ്റത്തില്ല. നടക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അപ്പം ആഹാരം എന്നെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ആരോഗ്യം എന്നെ ജോലി ചെയ്യുവാൻ പ്രാപ്തനാക്കുകയും ആ പ്രാപ്തിയിൽ എനിക്ക് സാലറിയിലൂടെ എൻ്റെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂയിലേക്ക് എന്നെ കൊണ്ടുപോകണ്ടോ. ഇതാണ് മാനുഷിക തലം. ഇതേപോലെ വചനം പഠിക്കുമ്പോൾ ആത്മമനുഷ്യൻ വളരുന്നു. വളരുന്ന ആത്മമനുഷ്യൻ യഹോവയിൽ നിന്നും നന്മകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കുവാൻ കഴിയും. അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. പ്രവചന വരങ്ങൾ അങ്ങനെ നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാവേ. യേശുവേ, നന്ദി പരിശുദ്ധാത്മാവ്. എൻ്റെ കൂടെ ഇന്നെല്ലാവരും നന്ദി പറഞ്ഞ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് നന്ദി പറഞ്ഞ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ അന്യഭാഷാ പ്രാർത്ഥനയൊക്കെ എനിക്ക് തുടരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും ദിവസവും അന്യഭാഷ. അപ്പോൾ ദിവസവും അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും നിങ്ങൾ വളരും. ദിവസവും വചനം പ്രഖ്യാപിച്ചാൽ ദിവസവും നിങ്ങൾ വളരും. എപ്പോഴും വചനം ഭക്ഷിച്ചാൽ എപ്പോഴും വളരും. അങ്ങനെ വളരും തോറും ആത്മമനുഷ്യൻ വളരുമ്പോൾ ഭൗതിക മേഖല തുറക്കും. ഒരു കാര്യം ചോദിച്ചാൽ അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം കേട്ടിട്ട് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ബ്രദറെ ഞാൻ കാണാത്ത നന്മകൾ പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞ് വചനം കേട്ട് പഠിച്ചപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് അനുഭവിച്ചവരല്ലേ? എല്ലാവരും അത് അനുഭവിച്ചവർ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ആത്മമനുഷ്യനെ കൂടുതൽ ജ്വലിപ്പിച്ചാലോ. എന്തൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ജീവിതം അത് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കും. കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സൂമിൽ കയറാൻ പറ്റുന്നവരല്ല മാക്സിമം കയറുക. ഈ സൗണ്ട് കാര്യമൊക്കെ എനിക്ക് അറിയത്തില്ല യൂട്യൂബിൽ. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്കിന്ന് കൃപാവര ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിച്ച് ദൈവം നിങ്ങൾക്ക് മേലൊരു പകർച്ചയെ കൊടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പറഞ്ഞു, കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ സൂമിൽ കാണുന്നവരുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവിൽ പങ്കുചേരുന്നവരുണ്ട്. സൂമിൽ കയറാൻ കഴിയാത്തവരാണ് പലപ്പോഴും യൂട്യൂബിൽ കാണുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്വാതന്ത്ര്യം ദൈവം തരട്ടെ. കിഴക്കേതിൽ എന്ന് പറയുന്ന വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിൽ കേൾക്കുന്നുണ്ടോ? ഇനി യൂട്യൂബാണെന്ന് എനിക്കറിയത്തില്ല. സൂമിൽ കിഴക്കേതിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരുന്നു. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ സൂമിലോ ലൈവിലോ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങളെ ആ ദൈവം ആ കുടുംബത്തിന് മേലൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആ കുടുംബത്തിൻ്റെ ജീവിതത്തെ, ആ കുടുംബത്തിൻ്റെ സകലവിധമാകുന്ന ജീവിത സാഹചര്യത്തെയും സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പരിശുദ്ധാത്മാവ്. ഞങ്ങളിത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഇന്ന് കർത്താവെ, ഇന്ന് ലൈവിലോ സൂമിലോ കേൾക്കുന്ന ഒരു വ്യക്തി അതുമായിട്ട് ബന്ധപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാക്കി സ്വർഗത്തിലെ ദൈവം അത് മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കിഴക്കേതിൽ നിന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മക്കളൊക്കെ പറയുമായിരുന്നു കിഴക്കേതിൽ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ വീടിനെ ഒരു കിഴക്കേതിൽ നിന്ന് അപ്പൻ്റെ കൂട്ടർ പറയുമായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, കൃപ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായൊരു സാക്ഷ്യം. ഈ മാർച്ച് മാസം 9-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കും. മാർച്ച് മാസം 9-ാം തീയതി ജനിച്ച വ്യക്തി, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ നടക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. മാർച്ച് 9-ന് ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഇന്ന് നിങ്ങളുടെ മേൽ മൂടാൻ വേണ്ടി പോകുന്നു. ഏതാ സിസ്റ്ററെ? ഞാൻ മാർച്ച് 9-നാ ജനിച്ചത്. മാർച്ച് 9-ന് ഇന്ന് പറഞ്ഞു സിസ്റ്ററെ. ഒരു മിനിറ്റ്. മാർച്ച് 9-ന് ജനിച്ച വ്യക്തി ഇപ്പം ആരാ പറഞ്ഞത്?
ഞാൻ പറഞ്ഞു മാമൻ മത്തായി എന്നാ ഞാൻ ഇത് ID കാണുന്നത്. പേരിട്ടേക്കുന്ന മാമൻ മത്തായി എന്ന്. ഞാൻ എൻ്റെ സിസ്റ്റർ ഒരു ആ ഞാൻ മാർച്ച് 9 ജനിച്ചത്. ആ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു 17 വർഷം പുറകോട്ടുള്ള ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. 17 വർഷം പുറകോട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കയറിക്കൂടിയ ചില ദുഷ്ടപിശാചിൻ്റെ പദ്ധതികൾ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഇന്ന് തകർന്നു പോയ അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ പണിതെടുക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. സിസ്റ്റർ ജോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബന്ധപ്പെടുത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവിനെ ചെയ്യാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു വ്യക്തിയെ മുഖാന്തിരം, വ്യക്തിയല്ല വ്യക്തി മുഖാന്തിരം ചില നന്മകളെ ദൈവം തുറക്കാൻ വേണ്ടി. ആ പേര് നോട്ട് ചെയ്ത് വെച്ചോണേ. ഇപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോണം. അതൊന്ന് അത് എഴുതി വെച്ചോണേ. ആ ഇപ്പം ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം ദൈവം ഒരു നന്മയെ തുറക്കാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമക്കളുടെ ജീവിതത്തിൽ അവർ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഉള്ളത്തിൽ ചില ഭവനങ്ങളെ ദൈവം തൊടാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഈ കാലിൻ്റെ അസ്ഥികളുടെ മേലേക്ക് സൗഖ്യം വ്യാപരിക്കുക കേട്ടോ. കാലുകളുടെ അസ്ഥികളുടെ മേലേക്ക് സൗഖ്യം. വേദനയാൽ ഭാരപ്പെടുന്ന ചിലർ, ഞാൻ കാണുന്ന കാഴ്ച മുട്ടിൻ്റെ ചില തേയ്മാനങ്ങൾ പോലെ വന്നിട്ട് അത് പിന്നീട് ശരീരത്തിൻ്റെ അകത്ത് ബലക്കുറവ് പോലെ വന്ന് ചില സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ വേദനയാൽ ഭാരപ്പെടുന്ന അവസ്ഥകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പൂർണ്ണമായും കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവമേ, അങ്ങ് സൗഖ്യദായകനാണല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, പൂർണ്ണ വിടുതൽ, സൗഖ്യം ഇപ്പോൾ സംഭവിക്കുക. കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കിടക്ക എടുത്ത് നടക്കാനാണ് യേശു പറഞ്ഞത്. നടക്കാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ, കിടക്കാനല്ല. രോഗിയായി കിടക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്ലാൻ, നടക്കുക എന്നുള്ളതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഓ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ആത്മമനുഷ്യൻ ഇന്ന് ശക്തമായി ബലപ്പെടട്ടെ, ആത്മമനുഷ്യൻ ശക്തമായി ബലപ്പെടട്ടെ. പൂർണ്ണ സൗഖ്യത്തെ ഇന്ന് കൽപ്പിച്ചാക്കുവാണപ്പ. അത്ഭുത സൗഖ്യം ശരീരത്തിൽ സംഭവം. അതുപോലെ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ചു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ശാരിക എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്ന് ഏറ്റെടുത്തു. ഇന്ന് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇടത് കയ്യേൽ 2 വളകൾ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. 2 വള ഇടത് കയ്യേൽ, വലത് കൈയല്ല, ഇടത് കയ്യേൽ 2 വളകൾ ഇട്ടിരിക്കുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കാണുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളത് കർത്താവ് നിയോഗം തരുവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. എന്റെ മോളാണ് ശാരിക. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ. എന്റെ മകളാണ് ശാരിക. ഈ പറഞ്ഞ പോലെ സിസ്റ്റർ അടയാളം കേട്ടായിരുന്നോ? കേട്ടു. ഇന്ന് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഞാൻ ആ മകളെയാണ് കണ്ടുകൊണ്ടിരുന്നതും ഈ വളയാണ് ഞാൻ കാണുന്നതും എല്ലാം. ഇന്ന് കർത്താവ് ആ തടസ്സത്തെ തൊടുക. ഇന്ന് ഞാൻ നിങ്ങൾക്കത് ഈ പ്രവചനാലോചന കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുവാൻ ഒരു ആഗ്രഹം വന്നാട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതേപോലെ എനിക്കും ഉപയോഗിക്കപ്പെടണമെന്ന്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മമനുഷ്യനെ ബലപ്പെടുത്തണം, ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. സാക്ഷ്യമായിട്ട് മാറട്ടെ, തകർന്ന അവസ്ഥകൾ മാറട്ടെ. ഞാൻ മറ്റൊരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി 3 ആഴ്ച മുമ്പ്, 3 ആഴ്ച കറക്റ്റായി
ഇന്ന് മുതൽ പുറകോട്ട് 3 ആഴ്ചയ്ക്ക് മാവേലിക്കരയിലോട്ടൊരു സ്ഥലത്തോട്ട് പോകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത്. ആ ഒരു നിങ്ങൾ കണ്ട ഒരു കാഴ്ച കർത്താവ് എന്നെ കാണുന്നു, ഓർത്തെടുക്കാൻ നോക്കുക. പക്ഷെ കണ്ടതാണ് നിങ്ങൾ, ഒരു കാക്കി പാൻറ് ഇട്ടുകൊണ്ടൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ലൈറ്റ് വൈറ്റ് കളറിലെ ഡ്രസ്സാണ്, ചെക്ക് കളർ പോലെ ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് ഈ കാക്കി കളറിലെ പാൻറ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു. ആ മനുഷ്യൻ നിങ്ങളുടെ നേരെ വരുന്നതും നിങ്ങൾ ആ വ്യക്തിയെ നോക്കുന്നതുമായിട്ടൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഞാനിത് കണ്ടത് ആ വ്യക്തിക്ക് ഒരു അടയാളത്തിന് വേണ്ടിയാണ്. ആ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നത്, ഈ വ്യക്തിയാണെന്ന് ഈ വ്യക്തിയോ കണ്ട വ്യക്തിയോ ഒന്നുമായിട്ടല്ല നിങ്ങൾക്ക് ബന്ധം. നിങ്ങളെന്ന വ്യക്തിയെ ഒന്ന് കാണാനും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവാത്മാവ് അങ്ങനെ ഇടപെടുന്നത്. ഇന്ന് ആ വ്യക്തിയുടെ കർത്താവ് പറയുന്നു, യേശുവിനെ വലിയ ഭാരത്തോടെയാണ് യാത്ര ചെയ്തത്, ഇന്നും ഭാരം ഹൃദയത്തിലുണ്ട്, ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ആ വ്യക്തി ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അതെ, ഞാൻ മാവേലിക്കരോട്ട് പോയി 3 ആഴ്ചക്ക് മുമ്പ്, പക്ഷെ ഡ്രസ്സിനെ പറ്റി ഞാൻ ഓർക്കുന്നില്ല. ഈ വ്യക്തിയെ കണ്ടതായിട്ട് ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് ഓർത്തെടുക്കാൻ നോക്കുക. ഈ 3 ആഴ്ച മുമ്പാണോ ഇങ്ങനെ പോയത്? അതെ 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 3 ആഴ്ച മുൻപായിരുന്നു. ഉറപ്പാണ്? എന്റെ ചേച്ചിയുടെ വീട്ടിൽ, മാവേലിക്ക് ചേച്ചിയുടെ വീട്ടിൽ പോയതാ. ഈ ഒരു മനുഷ്യനെ കണ്ടതായിട്ട് നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നോക്കുക. പക്ഷെ നിങ്ങൾ ഈ പോയ വ്യക്തിക്കാർ ഓർത്തെടുക്കാൻ നോക്കുക. ആ വ്യക്തി ഒരു ബന്ധമല്ല, ആ വ്യക്തിയായിട്ട് നമുക്കൊരു ബന്ധം. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെന്ന വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഭാരത്തോട് കൂടെ പോയ വിഷയം, അതിൻ്റെ അകത്തിരുന്ന് ഭാരത്തോടെ പോയ വിഷയത്തെ കർത്താവ് ഇന്നൊരു സാക്ഷിവാക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതമായി തീരട്ടെ. ഇത് സ്പിരിച്വൽ ഗ്രോത്തും ഈ ദിവസം നിങ്ങൾ വലിയ ആഗ്രഹം വേണേ, എനിക്കിങ്ങനെ പോയാൽ പോരാ, എനിക്ക് വളർന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ കാര്യം നോക്കിയാൽ മതി, നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം അഭിഷേകത്തിൻ്റെ വർധനമാണ്, കഴിവല്ല കേട്ടോ. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ബ്രദർ നിൽക്കുന്നത് കഴിവ് കൊണ്ടല്ല, അഭിഷേകത്താല. നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന അതേ അഭിഷേകം, പക്ഷെ ബ്രദറിൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്, എനിക്ക് കർത്താവിൽ വളരണം, എനിക്ക് കർത്താവിൻ്റെ സാക്ഷി ആകണം. ആ ആഗ്രഹമാണ് എൻ്റെ അകത്ത് വളർച്ച ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമാണ്, എനിക്ക് അനേകരോട് സുവിശേഷം പറയണം, എന്നിലൂടെ രോഗികൾ സൗഖ്യമാകും, തകർന്ന അവസ്ഥകൾ മാറും, ഞാൻ പ്രവചിക്കും. ഞാൻ തന്നെ സ്വയം പറയാൻ തുടങ്ങി കേട്ടോ, ആഗ്രഹം പറയാൻ തുടങ്ങി. മനുഷ്യനെ ഉണർത്തണം. വെറുതെ ഇരുന്നാൽ നമുക്ക് വളരാൻ കഴിയത്തില്ല. ആഹാരം കഴിക്കണേ. യേശുവേ നന്ദി പിതാവേ, താങ്ക് യു ജീസസ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ആ വ്യക്തിയെ ഇനി 2 പേരാണോ 2 വ്യക്തിയാണോ എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ 2ആയിട്ടാണ് കാണുന്നത്. ഒരാളുടെ തന്നെ 2 പേരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഈ പേരുകൾ 2ആയിട്ടും കാണുന്നു. ഈ പേരുകൾ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുന്നതും കാണുന്നു. ആ വ്യക്തിയെ ഞാൻ കണ്ണെന്നും കാണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആരോമലെന്നും കൂടെ വിളിക്കുന്നുണ്ട്. കണ്ണെന്നും വിളിക്കും, ആരോമലും. അപ്പോൾ 2 പേരുകൾ ഞാൻ ഒരു ഭവനത്തിൽ കാണുക. 2 വ്യക്തിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ആ പേര് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, വ്യക്തികൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തി ദൈവം ചെയ്യും. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു പിതാവിൻ്റെ മരിച്ചുപോയ ഒരു ഫോട്ടോ ഹോളിൽ കയറി വരുന്ന ആ ഹോളിൽ വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളിലൂടെ ആ ഭവനത്തിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞത്. ബ്രദറെ, ഈ ആരോമൽ എന്ന് പറയുന്ന മോനെ ഇപ്പൊ ഒരു 22-23 വയസ്സുണ്ട്. അവന് +2 പഠിക്കുമ്പോ തൊട്ട് പെട്ടെന്ന് 1 മിനിറ്റ് അവന്റെ ബോധം മറിയുകയും ചെയ്യും, അവൻ അവിടെ തലകറങ്ങി വീഴുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോണേ. അവന്റെ അപ്പൂപ്പന്റെ പേരാണ് കണ്ടൻ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി
ഒക്ടോബർ മാസത്തില് അവനെ ശ്രീ ചിത്ര ഹോസ്പിറ്റലിലേക്ക് ഒരു ചെക്കപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയൊക്കെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് അവർക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാ പറയണത്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സിസ്റ്ററെ പ്രാർത്ഥിച്ച രോഗമല്ലത്, രോഗത്തിന് മുന്നിൽ മറിഞ്ഞിരിക്കുന്ന പിശാശ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രിയമകളെ അനുഗ്രഹിക്കുന്ന വലിയൊരു സൗഖ്യത്തിൻ്റെ അഭിഷേകത്തെ പ്രിയമകളുടെ മേൽ പകർന്നു വിടുന്നപ്പ. ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ രോഗ കെട്ടുകളെ പൊട്ടിച്ച് ആ ബന്ധനത്തെ അഴിക്കുവാൻ പാരമ്പര്യമായി പ്രിയമകനെ കുടുക്കിയ ദുരാത്മാക്കളെ, ദുഷ്ടശക്തികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ ഈ അഭിഷേകത്തോടെ പ്രിയമകള് പോട്ടെ. ആ രോഗത്തെ പിടിച്ചു കെട്ടി ആ കുഞ്ഞ് വലിയൊരു സാക്ഷ്യമായി തീരുവാൻ ഞാൻ അഭിഷേകത്താൽ പ്രിയമകളുടെ മേലൊരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. തൊട്ട് വിടിവിക്കുന്നൊരു അഭിഷേകത്തിലേക്ക് പ്രിയമകൾ കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ശരീരത്തിൻ്റെ മേൽ സൗഖ്യം അനുഭവിക്കുന്നവർ, ആ വേദന വിട്ട് മാറിയെന്ന് ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് നോക്കി. വേദന മാറിയെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഒന്ന് ചെക്ക് ചെയ്തേ, വെറുതെ ഇരിക്കരുതേ. ഒന്ന് ചെക്ക് ചെയ്തേ. വേദന ഇപ്പോൾ അവിടെ ഇല്ല എന്ന് പറയുന്ന പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ളവർ മാത്രം സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞങ്ങൾ വാരി കൊടുക്കും. ഒരു നിമിഷം കേട്ടെ. സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ആ വേദന വിട്ടുമാറിയവർ സൂമിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി സാക്ഷ്യങ്ങളെ പറയാം. ഇല്ല എങ്കിൽ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഓരോ ആലോചന കേൾക്കുമ്പോഴും നിങ്ങൾ രോഗിയായിരിക്കുവാനോ തകർന്നിരിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. ഒത്തിരി മാറ്റം 4 ദിവസമായിട്ടൊന്നും ശരീരത്തിന് മൊത്തം വേദനയായിരുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ഭാരപ്പെടും. രാത്രിയിലൊന്നും ഉറങ്ങാതെ ആ ശരീരത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള വേദനയായിരുന്നു. ഒത്തിരി ആശ്വാസമുണ്ട്. ആ ഉപ്പേരെടുത്ത് പിടിച്ചിട്ട് വെച്ചേ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, തമാശകളിയല്ല. നിങ്ങൾ ഉപ്പേരി വെക്കാനും അതിന് വെക്കാനും വേണ്ടിയല്ല പ്രാർത്ഥനയ്ക്ക് വരേണ്ടത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ആലോചന കേൾക്കണമെന്നും ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വില കൊടുക്കണം. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടിരിക്കണേ, എന്നാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദൈവം സമൃദ്ധി തന്നു, ദൈവം എന്നെ ഉയർത്തി, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ എരിവോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതേ രീതിയിൽ തന്നെ നിൽക്കണേ. ഞാനതുകൊണ്ടാണ് ഇന്ന് അന്യഭാഷ പ്രാർത്ഥന വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആഗ്രഹമുള്ളവരെ നിൽക്കാവുള്ളേ. നമ്മളിത് കളിതമാശയല്ല, ദൈവത്തോടാണ് നാം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ നിങ്ങളെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രം മാറും. നിങ്ങളുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കുവാൻ കഴിവുള്ള ആളുടെ മുമ്പിൽ വന്നാൽ, നമ്മൾ കോടതിയിൽ പോകുമ്പം ജഡ്ജിയുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും വച്ച് ഇതില്ലല്ലോ. ഇതേപോലെ ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗികളായി ഭാരപ്പെടുന്നൊരു കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ആ രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. രോഗശക്തികൾ അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനകൾ വിട്ടുമാറുന്നു, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറുന്നു. ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി മാറുന്നു. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അവരുടെ വേദനകൾ വിട്ടുമാറട്ടെ. മുഴകൾ സൗഖ്യമാകട്ടെ. കർത്താവിൽ നടക്കാൻ കഴിയാത്തവർ ഓടിച്ചാടി യേശുവിനെ സ്തുതിക്കട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുന്നില്ലപ്പ. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണപ്പ. ശരീരത്തിൻ്റെ മേൽ നീരുകൾ വറ്റിപ്പോട്ടെ. അകത്തുള്ള ആന്തരിക അവയവങ്ങളുടെ മേൽ കയറിക്കൂടിയ സകല രോഗത്തിൻ്റെ ദുരാത്മാക്കളും രോഗശക്തികളെയും സകല പൈശാചിക രോഗങ്ങളെ ഞങ്ങൾ ഒടിച്ചു കളയുന്നപ്പോൾ ഇപ്പോൾ സൗഖ്യമാക്കുന്നു, അതിനെ പുറത്താക്കുന്നു.
അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി, അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കൈയെടുത്ത് ചെക്ക് ചെയ്തേ. വലിയൊരു സാക്ഷ്യം കർത്താവ് തുറന്നിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങളെ കേട്ട് കർത്താവിൽ ബലപ്പെടാം. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. നന്മ കൊയ്യുവാൻ ഇടയായിത്തീരും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകും. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ അപ്പ. മിറക്കിൾ മണി ഉണ്ടാകട്ടെ അപ്പ. അവരെ നന്മ കൊണ്ട് പൊതിയുന്നു. ഈ ദിവസം കർത്താവ് എവിടെയാണോ അവർ നിന്ദിക്കപ്പെട്ടത്, ഒന്നുമില്ലാതെ പോയത്, ഭവനങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഉയരട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ, നന്മയായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ടുകളെ മാറ്റി സാക്ഷ്യങ്ങളെ പറയാൻ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ ഈ മാർച്ചിൽ എന്നോടൊരു ഫെബ്രുവരി മാർച്ചിൽ ഒരു ആലോചന പറഞ്ഞായിരുന്നു ബ്രദറെ. ഞാൻ നാട്ടിൽ പോയിട്ട് ഇവിടെ വന്ന് ഒത്തിരി ഭാരത്തോടെ ഇരിക്കുമായിരുന്നു ബ്രദറെ. പൈസയൊക്കെ ഒത്തിരി ചെലവാക്കി നാട്ടിൽ പോയി ഒരു കല്യാണത്തിന്റെ വിഷയമായിട്ട് പോയിട്ട് അതെല്ലാം ഒരു വാക്കുതലാക്കി നാട്ടിൽ തിരിച്ചു വന്നായിരുന്നു ബ്രദറെ. ഞാൻ തിരിച്ചു വന്നിട്ട് ഒത്തിരി ഭാരത്തോട്ടിരുന്നു. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് സമ്മതമല്ല. ഇപ്പൊ ഞങ്ങളുടെ 5 വർഷം കൊണ്ട് ഞങ്ങൾ പരിചയമുള്ളവരാണ്. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. പുള്ളിക്കാരൻ ദുബൈയിലാണ്, ഞാൻ കുവൈറ്റിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടതെല്ലാം ഉറപ്പിച്ച് കാര്യങ്ങളെ ക്ലിയർ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് വീട്ടുകാരനൊക്കെ സംസാരിച്ചു. പക്ഷെ അവർക്ക് വീട്ടുകാർക്ക് സമ്മതമല്ലെന്നും പറഞ്ഞ പ്രശ്നമായിരുന്നു ബ്രദറെ. അപ്പൊ പ്രശ്നത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ബ്രദറെ. അപ്പൊ ഞാൻ ഒത്തിരി ഭാരത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ബ്രദറെ ഇവിടെ. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു വ്യക്തി ഇങ്ങനെ വന്ന് ഭാരത്തോടെ ഇരിക്കുന്നതിന് അത്ഭുതം കാണും എന്ന്. പക്ഷേ ബ്രദറെ ഇപ്പം അതിന്റെ വിഷയത്തിന്മേൽ ഭയങ്കര ഒരു സങ്കടത്തോടെ ഇരിക്കുക ബ്രദറെ ഞാന്. അപ്പൊ അവര് തറതക്കട്ടെ പറയുന്നത് കല്യാണം വേണ്ടാന്നാണ് ബ്രദറെ. ഇപ്പം അവര് വേറൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ആ കല്യാണം നടക്കുമോന്ന് എനിക്കൊന്ന് അറിയണം ബ്രദറെ. ഒത്തിരി ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നു ബ്രദറെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ. സിസ്റ്റർ ഇങ്ങനെ ഒരു ആലോചന, എനിക്ക് സകലതും എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ ഒരു വാക്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ആ വിഷയങ്ങളൊക്കെയും സാക്ഷ്യമായിട്ടും നമുക്ക് അനുകൂലമായി എല്ലാം വരും കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. എൻ്റെ ദൈവം സകലതും എനിക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. ദൈവം അതിൻ്റെ മേൽ അത്ഭുതകരമായ സാക്ഷി തുടങ്ങും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. എൻ്റെ ഒരാൾ പറയും, മറ്റൊരാളെ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഭീമയുടെ ഒരു കവറ് മേശപ്പുറത്തിരിക്കുന്ന ഒരു വീടിനെ പറ്റി പറഞ്ഞായിരുന്നു ഇന്നലെ. ഭീമ ജ്വല്ലറി കവർ ഇരിപ്പുണ്ട്, ഹോളിൽ ഒരു കവർ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കവറല്ല, വലിയൊരു ഇൻവിറ്റേഷൻ കാർഡാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്, ഭീമ ജ്വല്ലറിയുടെ. അത് ഞാൻ ആലോചന ഏറ്റെടുത്തോ സിസ്റ്റർ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ ബ്രദറെ, സ്തോത്രം. പറഞ്ഞു സിസ്റ്ററെ. ഞാന് കുറച്ചുനാൾ മുമ്പ് എന്റെ നീറ്റ് PGക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ 2015 ലാസ്റ്റ് പരീക്ഷ എഴുതിയത്. ഞാൻ ഒഫ്താൽമോളജിയുടെ ഡിപ്ലോമ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം ഈ വർഷത്തെ പരീക്ഷയിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഞാൻ അത് എഴുതി. അതിൽ ക്വാളിഫൈ ആകുവാനായിട്ട് ദൈവം സഹായിച്ചു. 2 മാസക്കാലം മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ 2 മാസം ഞാൻ 2 വചനം പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കുതിരയെ 8 ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിരിക്കുന്നു. അതുപോലെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഈ 2 വചനം മാത്രമായിരുന്നു ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത്. ഞാൻ ഈ ബലത്തോടെയാണ് പരീക്ഷ ഹാളില് പരീക്ഷ തുടങ്ങാൻ തൊട്ട് മുമ്പ് വരെയും ഈ വചനം കർത്താവിന്റെ ഹൃദയത്തിൽ തന്നു. അതുകൊണ്ട് മാത്രമാണ് അതിന് ക്വാളിഫൈ ആയത്. പക്ഷെ എന്നാലും ഇപ്പൊ അഡ്മിഷൻ കിട്ടേണ്ട കോളേജസിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അതിലും ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അത്ഭുതമാക്കി മാറ്റുന്ന സിസ്റ്റർ. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഹലോ, സ്തോത്രം ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്നലെ ഭീമ ജ്വല്ലേഴ്സിന്റെ കവറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഞങ്ങള് കേറി വന്ന ഒരു റൂമിലായിരുന്നു ഇരുന്നത്. കവറായിരുന്നു. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ഏറ്റെടുത്തോണം. ദൈവം ആ സാക്ഷ്യമാക്കി നമ്മളെ മാറ്റും കേട്ടോ.
അത്ഭുതകരമായ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കാൻ ഇടയായിത്തീരും. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് മൈക്ക് മ്യൂട്ടായി കിടക്കുമായിരുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? മൈക്ക് മ്യൂട്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഹലോ ബ്രദറെ. പറഞ്ഞു. മൈക്ക് മ്യൂട്ടായി, ഞാൻ കണ്ടില്ല കേട്ടോ. പറഞ്ഞു. ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. ബ്രദറെ, വെറും കിഴക്കേതിൽ നിന്നാണോ അതോ പടിഞ്ഞാറ്റേടത്ത് കിഴക്കേതിൽ നിന്നാണോ? ഞാൻ കിഴക്കേതിൽ എന്ന് പറഞ്ഞൊരു വീടാണ് സിസ്റ്ററെ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഞാനതേ കണ്ടുള്ളായിരുന്നു. അല്ല, പടിഞ്ഞാറ്റേടത്ത് കിഴക്കേതിലാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീടാണ്. അത് മാനസികമായിട്ട് ഭാര്യ മരിച്ച് ഞാൻ എന്നെ രണ്ടാമത് കെട്ടിയതാ. പക്ഷെ പുള്ളി എന്താ പറയാ, പുള്ളിക്ക് ഒരുതരം ഭ്രാന്ത് പോലെയൊക്കെ ആയപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. അതിന് 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിക്കും മെന്റലാണ്. അപ്പൊ ഇത് വേറൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീനു പാസ്റ്റർ ദൈവങ്ങളെ കണ്ടിരിക്കണമെന്ന്. പക്ഷെ വർഷങ്ങളായിട്ടും ആ മനുഷ്യന് ഒരു മാറ്റവും വന്നിട്ടില്ല. എപ്പോഴും രാവിലെ എണീക്കേണ്ടതല്ലേ, പള്ളിയിൽ പോണ്ടതല്ലേ. ഹലോ ബ്രദറെ. ഇസ്രായേൽ ഏറ്റെടുത്തോളം ഞാൻ ഈ പറഞ്ഞ ഭവനവുമായിട്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദീപു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു പയ്യൻ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്ന് അന്വേഷിക്കുക. ആ പയ്യനുള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. കർത്താവ് അതിൽ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എൻ്റെ പ്രാർത്ഥനയിൽ ഇപ്പോൾ തന്നെ 2-3 ദിവസമായി എനിക്ക് കൈയിൻ്റെ ഒരു വശം, കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഭയങ്കര പെയിൻ ആയിരുന്നു. എൻ്റെ മോനെ എടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഞാൻ അവനെ എടുത്തപ്പോൾ ഞാൻ ആ വേദന ഇല്ലാന്ന് കണ്ടപ്പോൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ആ വേദന മാറിപ്പോയി. ദൈവമേ നന്ദി. പൂർണ്ണമായിട്ടും മാറി സിസ്റ്റർ വേദന? പൂർണ്ണമായി മാറി. ഞാൻ അത് കാരണം അവനെ ഒന്നുകൂടി എടുത്ത് നോക്കി. അപ്പം ദൈവം അനുഗ്രഹിച്ച വേദന ഇല്ല. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായി ഭയങ്കര പെയിൻ ആയിരുന്നു. അത് ദൈവം മാറ്റി തന്നു. നന്ദി കർത്താവേ, സൗഖ്യമാക്കി റിബയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. ഇപ്പം ദീപു എന്ന് ബ്രദർ പറഞ്ഞല്ലോ, അത് എന്റെ മോനാണ് സിസ്റ്റർ. ഞാനത് വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ പറഞ്ഞത്. ആ ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബത്തിനോടാണ് പറഞ്ഞത്. ഓക്കെ സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എൻ്റെ ഹസ്ബൻഡിന്റെ ഭയങ്കര വയറുവേദനയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 6-7 മണിക്കൂർ ഭയങ്കര വയറുവേദനയായിരുന്നു. ഇൻഡസ്റ്റൈൻ ഇങ്ങനെ ട്വിസ്റ്റ് ആയതുപോലെ ഭയങ്കര വയറുവേദനയായിരുന്നു. ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു. ബട്ട് ദൈവം പരിപൂർണമായിട്ട് ഇപ്പം സൗഖ്യം കൊടുത്തു. ഇപ്പോൾ ഉറങ്ങുക. രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഉറങ്ങി. ഞാനിങ്ങനെ ജോലിക്ക് വരുന്നു, ബട്ട് ഉറങ്ങുക. പുള്ളി പരിപൂർണമായ ദൈവം സൗഖ്യം കൊടുത്തു. ആമേൻ. നന്ദി കർത്താവേ, കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. ബ്രദർ, ഞാനൊരു 10 ദിവസത്തേക്ക് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ഞാൻ കുവൈറ്റിൽ നിൽക്കുക. 10 ദിവസത്തേക്ക് നാട്ടിൽ പോയി പല്ലെടുത്തതിന് 2 പല്ല് ഒന്നിച്ചെടുത്തു. സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ച് പെട്ടെന്ന് എടുത്തതുകൊണ്ട് അത് അകന്ന് തന്നെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. അത് പഴുക്കുമോ എന്നുള്ളൊരു ഭയം. ഞാൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ അത് കൂടി. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു. നന്ദി കർത്താവ്. അങ്ങ് പ്രിയമുള്ള പറഞ്ഞ പോലെ തന്നെ വലിയ വേദനയാൽ ഭാരപ്പെടുന്ന കർത്താവ് പൂർണ്ണ സൗഖ്യം ആ വിഷയത്തിന് മേൽ കൊടുത്തു. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, മുമ്പേ ബ്രദർ പറഞ്ഞിരുന്നല്ലോ മാർച്ച് 9 ജനിച്ച ഒരാളുള്ള വീടെന്ന്. അത് എന്റെ മോൻ മാർച്ച് 9 ജനിച്ചത് ബ്രദർ. ഞാനത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ബ്രദറെ, ലിങ്ക് അയക്കുമ്പോ US ടൈമും കൂടെ ഇടാൻ പറ്റുമോ? സൗകര്യമായിരുന്നു.
സിസ്റ്റർ ഞാൻ നോക്കാം സിസ്റ്റർ, കാരണം വെച്ചാൽ ഞാൻ ഈ 2 ടൈമിൻ്റെ അകത്താണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ അത് ടൈം നോക്കിയൊരു കാൽക്കുലേറ്റ് ചെയ്താലും മതി സിസ്റ്റർ. ഞാൻ നോക്കാം മാക്സിമം സമയം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? നാളെ എപ്പോഴാണ് ബ്രദറെ പ്രാർത്ഥന? നാളെ സാറ്റർഡേ അല്ലേ? ആ, ശനിയാഴ്ച അല്ലേ? നാളെ സെയിം ടൈമിൽ തന്നെയാണ്. സൺഡേയിലെ സംശയം ചോദിക്കാൻ വേണ്ടി ഇടാന്ന് പറഞ്ഞായിരുന്നത്. ഓക്കെ. നാളെ നമുക്ക് ഞാനത് മെസ്സേജ് അയക്കാം. നാളെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാനും ചിലപ്പോൾ ഇച്ചിരി നീണ്ട്, ചിലപ്പോൾ മോർണിംഗ് നേരത്തെ ആയിരിക്കും പ്രാർത്ഥന. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം കേട്ടോ. ഇന്ന് വൈകിട്ടോ നാളെ രാവിലത്തേക്ക് ഗ്രൂപ്പിലിട്ടേക്കാം. നമുക്കത് സംസാരിക്കാൻ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ നിയോഗം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരും ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ മൈക്കുകൾ